നമസ്കാരം. വ്യൂ പോയിന്റ് മീഡിയയിലേക്ക് സ്വാഗതം. ജാതീയതയും ജാതിവെറിയും ഒരുപാട് കാലം പുറകോട്ടടിച്ച ഒരു സമുദായമാണ്, ഒരു സമൂഹമാണ്, ഒരു രാജ്യമാണ് നമ്മുടേത്. ഈ സാഹിത്യ കൃതികൾക്ക് അവാർഡുകൾ നിർണ്ണയിക്കുന്നുണ്ട്. പുരസ്കാര ദാനങ്ങളിലൊക്കെ ഈ ജാതീയത മാനദണ്ഡമാക്കുന്നുണ്ടോ? ഇല്ലെന്ന് പറയാൻ എളുപ്പമല്ല. കാരണം നമ്മുടെയൊക്കെ അനുഭവങ്ങൾ നേരെ തിരിച്ചാണ്. സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് മുഖപുസ്തകത്തിൽ വളരെ മനോഹരമായി എഴുതുന്ന നന്ദകുമാർ ഉണ്ണി എന്ന ഒരു നന്ദകുമാർ ഉണ്ണി, നന്ദേട്ടൻ, എല്ലാവരും നന്ദേട്ടൻ എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിന്റെ പോസ്റ്റുകളാണ് ഈ ചിന്തയ്ക്ക് വീണ്ടും ഒരു തിരികൊടുത്തിരിക്കുന്നത്. അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്: ഈ അവാർഡുകളുടെ കഥ വളരെ വിചിത്രമാണ്. 1958 എഴുതിയ നാലുകെട്ടിന് ആ വർഷം തന്നെ ശാസ്ത്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. 1969 പ്രസിദ്ധീകരിച്ച ഖസാക്കിന്റെ ഇതിഹാസത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നത് 1990 നിങ്ങൾ ആലോചിച്ചു നോക്കൂ. 20 വർഷത്തിന് ശേഷമാണ് ഖസാക്കിന്റെ ഇതിഹാസം നമുക്കറിയാം. തസക് എന്ന ഗാമത്തില് രവി ഇറങ്ങുന്നത് മുതൽ ഇതാ എന്റെ ഹൃദയത്തോട്, എന്റെ അല്ല, ഒരുപാട് മലയാളികൾ ഈ പുസ്തകം അറിയുന്ന, ഒ വി വിജയൻ അറിയുന്ന, അദ്ദേഹത്തിന്റെ രചനകളുടെ ആ ഒരു സ്പർശം, ആ വിരലുകളൊന്ന് ഹൃദയത്തിൽ തൊട്ട ഒരു മനുഷ്യനും ഒ വി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ അപ്പുറത്തൊരു എഴുത്തുകാരനുണ്ടെന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തിന് 21 വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു അദ്ദേഹം തുടരുകയാണ്: ഒരു രാഷ്ട്രീയ പക്ഷപാതവും ഇല്ലാതെ ആലോചിച്ചു നോക്കൂ. ഏതാണ് മലയാള സൗന്ദര്യബോധത്തെ മാറ്റിമറിച്ച മഹത്തായ കൃതി? ഇതിൽ രണ്ടില്, അതായത് നാലുകെട്ടിലും നാലുകെട്ട് മോശം കൃതിയാണെന്നല്ല, നാലുകെട്ട് മനോഹരമായ ഒരു കഥയാണ്. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ വായിച്ചതാണ്. അതുപോലെ തന്നെ മനോഹരമായ ഒരു നോവലാണ്. പക്ഷെ ഖസാക്കിന്റെ ഇതിഹാസത്തിനപ്പുറം മലയാളത്തിൽ അതിനോട് കിടപിടിക്കത്തക്ക ഒരു നോവൽ ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ഉണ്ടായിരിക്കാം, പക്ഷെ എൻ്റെ വായനയിൽ, ഇത്രയും കാലത്തുള്ള വായനയിൽ എനിക്ക് അനുഭവവേദ്യമായിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹം അതാണ് പറയുന്നത്. അതിനും വലിയ തമാശ അദ്ദേഹം തുടരുകയാണ്: തകഴിയുടെ കയറിന് 1984 തകഴിയുടെ കയറിന് ജ്ഞാനപീഠം അവാർഡ് നൽകി എന്നുള്ളതാണ്. ഇന്ന് മലയാള സാഹിത്യം വായിക്കുന്നവർക്കിടയിൽ കയറിനും ചെമ്മീനിനും ഒക്കെ വല്ല സ്ഥാനവുമുണ്ടോ? മലയാള സാഹിത്യത്തിന്റെ സൗന്ദര്യ പാരമ്പര്യം അവസാനിക്കും വരേക്കും ഖസാക്കിന് സ്ഥാനമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ആരാണ് കേമൻ എന്നുള്ളതല്ല പ്രശ്നം. ഖസാക്കിന്റെ ഇതിഹാസത്തിനും മാധവിക്കുട്ടിയുടെ പക്ഷിയുടെ മണം എന്ന കഥയ്ക്കും കവിതകൾക്കും കൊടുക്കാത്ത അവാർഡ് വേറെ ഏതെങ്കിലും സൃഷ്ടിക്ക് എങ്ങനെ കൊടുക്കും എന്നുള്ളതാണ്. അവർക്ക് ആദ്യം കൊടുത്തിട്ട് വേണ്ടേ വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ? കേരളത്തിലെ ഒട്ടുമിക്ക അവാർഡുകളും കിട്ടിയിട്ടുള്ള 3 പേർ എം ടിയും സച്ചിദാനന്ദനും പ്രഭാവർമ്മയും ഇവരെല്ലാം തന്നെ ഇടതുപക്ഷ ചായ്വുകൾ പ്രകടിപ്പിക്കുന്ന സാഹിത്യകാരന്മാരാണ്. അപ്പോ ഇടതുപക്ഷത്തിന് ഇത്തരം ജാതി ചിന്തകൾ ഉണ്ടോ? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതുപോലുള്ള ഒ വി വിജയനെ പോലുള്ള വലിയ സാഹിത്യകാരന്മാർ മാറ്റി നിർത്തപ്പെട്ടത്? വിജയനോ മാധവിക്കുട്ടിക്കോ ഒക്കെ കിട്ടിയതിന്റെ 10 ഇരട്ടി പ്രഭാവർമ്മ എന്നൊരു പേര്, ഞാൻ ചെറുപ്പം മുതൽ വായന ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ പ്രഭാവർമ്മയുടെ ഒരു കൃതി പോലും എനിക്ക് വായിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടില്ല എന്ന് പറയട്ടെ. അദ്ദേഹത്തെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നല്ലാതെ അദ്ദേഹത്തിന് എടുത്തു പറയത്തക്ക ഒരു കൃതിയും കിട്ടില്ല. അദ്ദേഹത്തെ അവഹേളിക്കുന്നതല്ല ഞാൻ. പക്ഷെ ഒ വി വിജയനേക്കാളും അധികം സ്മരിക്കപ്പെടല്ലെങ്കിൽ ഇടദോഷം ചേർത്ത് പിടിച്ചത് പ്രഭാവർമ്മയാണെന്ന് പറയുമ്പോൾ അദ്ദേഹം വലിയ ഒരു സാഹിത്യകാരനായിരിക്കണം. എനിക്കറിയില്ല. മലയാളി മനസ്സിനെ വിശ്വസാഹിത്യ വിസ്തൃതിയിലേക്ക് കൈപിടിച്ച് നടത്താൻ സഹായിച്ച ഒരു എഴുത്തുകാരന് പോലും അർഹിച്ച പരിഗണന കിട്ടിയില്ല എന്നുള്ളത് അകത്തളങ്ങളിൽ ജാതി രാഷ്ട്രീയ ചരടുവലികൾക്കിടയിൽ കൊടുമ്പിരി കൊണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളതിന്റെ സൂചന അല്ലേ? ജാതി എന്ന് പറയാൻ പ്രേരിപ്പിച്ചത് ജ്ഞാനപീഠം കിട്ടിയവരിൽ 4 പേരും നായർവാൽ. അദ്ദേഹം അത് തുറന്നു പറയുകയാണ്. ഞാൻ അറിഞ്ഞിടത്തോളം നന്ദേട്ടനും ഈ വാല് ഉള്ള ആളാണ്. പക്ഷെ അദ്ദേഹം വാല് അവിടെ ധരിക്കാറില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. എനിക്കറിയില്ല അതിനെക്കുറിച്ച്. ജാതി എന്ന് പറയാൻ പ്രേരിപ്പിച്ചത് ജ്ഞാനപീഠം കിട്ടിയവരിൽ 4 പേരും നായർ വാൽ ഉള്ളവരായിരുന്നു. ശങ്കരക്കുറുപ്പ്, ശിവശങ്കരപിള്ള, വാസുദേവൻ നായർ, ONV കുറുപ്പ്. വിജയന് ജാതിവാൽ ഇല്ലാത്തത് കൊണ്ടും മാധവിക്കുട്ടി ജാതി ആഢ്യത്വം അതിക്രമിച്ചതും കൊണ്ടും ആണോ അവാർഡ് കൊടുക്കാതിരുന്നത്? ഈ ജ്ഞാനപീഠക്ക് അപ്പോ കോൺഗ്രസും അതിൽ നിന്ന് മുക്തമല്ല. ഇപ്പൊ കേരളത്തിൽ എന്തായാലും സംഘപരിവാർ ഭരിച്ചിട്ടില്ല. അപ്പോ ഇത്തരം ഈ സാഹിത്യ പ്രവർത്തകർക്കിടയിൽ തന്നെ, പിന്നെ അതുപോലെ തന്നെ മറ്റൊരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹം ഒരു ഇടതുപക്ഷ സഹയാത്രികനാണെങ്കിലും മുകുന്ദനാണത്. മുകുന്ദനെയും അവാർഡുകളുടെ
വേദികളിലൊക്കെ അപൂർവമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൂ. മുകുന്ദനും ഇതാ ഈ മുകുന്ദന്റെ ഡൽഹി എന്ന് പറയുന്ന ഒരു നോവലാണിത്. എന്റെ പുസ്തകശേഖരത്തിലുള്ള രണ്ടുപേരുടെ ഞാൻ എടുത്തിട്ട് വന്നതാണ്. അതായത് നന്ദേട്ടൻ പറഞ്ഞതുപോലെ ജാതിവാലില്ലാത്ത രണ്ടുപേരുടെ, ഇവരെയൊന്നും കണ്ടിട്ടില്ല. പക്ഷെ നമ്മുടെ ONV ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൈകൂപ്പുന്ന ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന് ജ്ഞാനപീഠം അവാർഡ് കിട്ടിയത് അർഹനല്ലാത്തത് കൊണ്ടല്ല എന്ന് ഞാൻ പറയട്ടെ. അദ്ദേഹത്തിന് അങ്ങേയറ്റ അർഹനാണ് ONV ഒക്കെ. അദ്ദേഹത്തിന്റെ പാതാരവിന്ദങ്ങളിൽ ഞാൻ എന്തെങ്കിലും ഇതിൽ അദ്ദേഹത്തിന് അപമാനകരമാവുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ട് ക്ഷമ ചോദിക്കുകയാണ്. അങ്ങനെ സരസ്വതി കടാക്ഷം ലഭിച്ച എഴുത്തുകാരാണ്. പക്ഷെ അവരെക്കാളൊക്കെ അർഹതയുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ആളുകൾ തഴയപ്പെട്ടത് അവർക്ക് പിറകിൽ ആഢ്യത്വം നിറഞ്ഞ ഹെജിമണികൾ, അങ്ങനെയല്ല പറയാ, ഹെജിമണികളില്ലാതിരുന്നാണ്, അവർക്ക് വാലില്ലാതിരുന്നതാണെന്ന് പറയുമ്പോൾ അതിൽ വാസ്തവം ഇല്ലാതില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഈ ബോധം വിസ്തൃതി കുറഞ്ഞ ആളുകൾ എന്ന് അവഹേളിക്കപ്പെടുന്നവർ, ബോധവിസ്തൃതി കുറഞ്ഞ ആളുകൾ, പിന്നെ പച്ചയ്ക്ക് പറയുന്ന നാടൻ ഭാഷയിൽ പറയുന്ന പിരടിക്ക് ബുദ്ധിയുള്ള ആളുകൾ എന്ന് പറയാം, പെടലിക്ക് ബുദ്ധിയുള്ള ആളുകൾ നാടൻ ഭാഷയിൽ പറയുന്നത്. അങ്ങനെ ഒരു സമൂഹത്തെ അവഗണിച്ച് നിർത്തിയിരുന്നു. എൻ്റെ ഒരു സുഹൃത്തിന്റെ ഒരു നിർദോഷമായ ഒരു ചർച്ചക്കിടയിലുള്ള ഒരു പരാമർശത്തിലാണ് ഈ എത്രത്തോളം ഈ ജാതീയത ഈ സാഹിത്യ മേഖലയിൽ പിടിമുറുക്കിയിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ബോധവാനാകുന്നത്. അദ്ദേഹം എന്നോട് ചോദിച്ചത്, ഈ ബോധവിസ്തൃതി കുറവുള്ളവരാണല്ലോ മറ്റുള്ളവർ, കൂടുതലും സവർണ സമുദായങ്ങളിലുള്ളവരാണല്ലോ എഴുത്തുകാരെന്ന്. അപ്പൊ ഞാൻ പതുക്കെ ഞാനും അത് ആ സമയത്ത് എനിക്കതിന് മറുപടി ഉണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ SK പൊറ്റക്കാട് തുടങ്ങി, കുമാരനാശാൻ തുടങ്ങി, OV വിജയൻ തുടങ്ങി, മുകുന്ദൻ തുടങ്ങി, വത്സല തുടങ്ങി, അങ്ങനെ ഒട്ടനവധി, നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിൽ തുടങ്ങി, UA ഖാദറിൽ തുടങ്ങി, അങ്ങനെ ഒട്ടനവധി എഴുത്തുകാർ എല്ലാത്തിലും ഉണ്ട്. പക്ഷെ പൂർവ്വകാലങ്ങളിൽ, കുറെ കാലങ്ങൾക്ക് മുമ്പ് ജാതീയത വലിയ രീതിയിൽ വേരോട്ടം നടത്തിയിരുന്ന അത്തരം ഒരു കാലഘട്ടത്തിൽ ഈ എഴുത്തിന്റെ ലോകത്തേക്ക് പതുക്കെ ചുവട് വെച്ചു വരാൻ അവർണരെന്ന് വിളിക്കപ്പെടുന്ന സമുദായങ്ങൾക്കുള്ള അവസരങ്ങൾ തുലവും കുറവായിരുന്നു എന്നുള്ളതാണ്. അല്ലാതെ കഴിവിന്റെ കുറവ് കൊണ്ടോ ബോധവിസ്തൃതിക്ക് കുറവുള്ളത് കൊണ്ടല്ല. പക്ഷെ ഇടതുപക്ഷത്തെ പോലുള്ള പ്രസ്ഥാനങ്ങൾ ഈ നാട് പലതവണ ഭരിച്ചിട്ടും ഇത്തരം ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നുണ്ടെങ്കിൽ, ഇത്തരം സവർണ ജാതി ബോധങ്ങൾക്ക് അഴിഞ്ഞാടാൻ അവസരം കൊടുക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് മേൽക്കോയ്മ ചില കാര്യങ്ങൾ നേടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ലജ്ജാവഹം എന്നല്ലാതെ പറയുക സാധ്യമല്ല. OV വിജയന് കിട്ടാത്ത ഒരു അവാർഡ്, ആ അവാർഡിന് എന്ത് വിലയാണുള്ളത്? അതുപോലെ തന്നെ രവിയോടൊപ്പം നടക്കാത്ത, ഖസാക്കിന്റെ തസ്രാക്കിന്റെ തെരുവുകളിലൂടെ രവിയോടൊപ്പം നടക്കാത്ത ഒരു മലയാളത്തെ സ്നേഹിക്കുന്ന എത്ര ആളുകളുണ്ട്? അതിനപ്പുറം മലയാളി ഇഷ്ടപ്പെട്ട ഒരു നോവൽ ഏതാണുള്ളത്? ഉണ്ടായിരിക്കാം പലർക്കും. പക്ഷെ എൻ്റെ ബോധ്യങ്ങളിൽ ഖസാക്കിന്റെ ഇതിഹാസത്തിനും അതിന്റെ കഥാകാരനും അപ്പുറം വലിപ്പമുള്ള ഒരു അധികം പേരുകൾ ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഒന്നുകൂടി അദ്ദേഹത്തിന്റെ പാതാരവിന്ദങ്ങളിൽ ഒന്നുകൂടി പ്രണമിക്കട്ടെ. നമ്മൾ അവരെ നയിച്ച സർക്കാരുകൾ അദ്ദേഹത്തോട് അനാദരവ് കാണിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മലയാളി എന്ന നിലയിൽ അദ്ദേഹത്തോട് മാപ്പപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.